പഴയ ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണികൾ പുനരാരംഭിച്ചു. അപകടം പതിവായതിനാൽ മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ ബസ് സ്റ്റാൻഡിലുണ്ടായ വെള്ളക്കെട്ട് സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഇമ്പാക്ട്. കഴിഞ്ഞ 3-ാം തീയതി ഡിവൈഎസ്പി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്കൂൾ തുറക്കുന്നതും കാലവർഷം അടുത്തതും കൊണ്ട് എത്രയും പെട്ടെന്ന് പണി തീർത്ത് ബസ് സ്റ്റാൻഡ് തുറക്കാൻ തീരുമാനമായിരുന്നു. തീരുമാനമെടുത്തതിന്റെ പിറ്റേ ദിവസം പണി ആരംഭിച്ചു. ഒരാഴ്ച കൊണ്ട് കിളച്ചെടുത്തു. ഡ്രെയിനേജിന് കുഴിയും എടുത്ത ശേഷം പണി നിർത്തിയതായി പരാതി ഉയർന്നു. ദിവസങ്ങളായി കുഴിയിൽ വെള്ളം നിറഞ്ഞ് അപകട ഭീഷണിയിലാണെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടി. കാഞ്ഞങ്ങാട് നഗരസഭ പഴയ ബസ് സ്റ്റാൻഡ് വെള്ളക്കെട്ടിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ച സിറ്റി ചാനൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ അപകട സാധ്യത മുൻനിർത്തി കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെട്ടിരുന്നു. കുഴിയിൽ സ്ത്രീകളടക്കം നിരവധി യാത്രക്കാർ വീണു പരിക്കേറ്റിരുന്നു. അറ്റകുറ്റപ്പണി നടക്കുന്ന സ്റ്റാൻഡ് പൂർണ്ണമായും തുറന്നിട്ട നിലയിലായതിനാൽ ആളുകൾ ഇതുവഴിയാണ് കാൽനടയായി യാത്ര ചെയ്യുന്നത്. ശുചിമുറിയിലേക്കും ചില കടകളിലേക്കും പോകണമെങ്കിൽ സ്റ്റാൻഡ് കടക്കണം. സംഭവത്തിന് പിന്നാലെ അപകടാവസ്ഥ ഒഴിവാക്കാൻ നഗരസഭ നടപടി ആരംഭിച്ചു. കുഴി നികത്തിയുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. നിർത്തിയിട്ടിരുന്ന ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണി പുനരാരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.